ഈവനിങ് അടദോശ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? അടദോശ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ തിരുവനന്തപുരം ഒരു പത്മജ ഹോട്ടലിൽ പോയിട്ടാണ് ഞങ്ങളെ അവിടെ പരിചയപ്പെടുന്നത്. അതിന് വേണ്ടിയത് ആദ്യം കുറച്ച് പച്ചരി എടുക്കുക. പച്ചരി നന്നായി കഴുകിയതിന് ശേഷം പിന്നെ കുറച്ച് ഉഴുന്ന് കഴിക്കുക, കുറച്ച് ഉഴുന്നിടുക, പിന്നെ കുറച്ച് കടലപ്പരിപ്പ് അതിൽക്കിടുക, കടലപ്പരിപ്പ് കുറച്ച് അതിൽക്കിടുക, പിന്നെ നമുക്ക് കുറച്ച് ഉലുവ അതിൽക്കിടുക. ഉലുവ ഇത് തിരുവനന്തപുരം ലുലുവിലെയാണ് എടുത്താൽ എല്ലാവരും പറയണത്, ഞങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ എന്ന്. അവിടെ നിന്ന് മേടിച്ച ഉലുവ കുറച്ചുണ്ട്, എല്ലായിടത്തുനിന്നും നമുക്ക് ഉലുവ കിട്ടും, അത് കുറച്ചിടുക. പിന്നെ ഉപ്പ്, പിന്നെ പച്ചമുളക്. ഇതൊക്കെ കഴുകി ഒരു ദിവസം വയ്ക്കുക. ഇപ്പം ഇന്ന് കഴുകി വെച്ചതിന് ശേഷം നാളെ കാലത്ത് എടുത്തിട്ട് അരയ്ക്കുക. ഞാൻ ഇതിൽ പച്ചമുളക് നാളെ ഇടുന്നുള്ളൂ. അങ്ങനെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ പച്ചരി കഷ്ടി, ഒരു ഗ്ലാസ് പച്ചരി, ഒരു സ്പൂൺ 2 സ്പൂൺ ചെറിയ 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, വടപ്പരിപ്പ് അതും ഇട്ട് ഉലുവയും ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഇന്ന് വയ്ക്കുക. ഇന്ന് വെച്ചിട്ട് നാളെ കാലത്ത് അത് അരയ്ക്കുക. മിക്സിയിൽ ഗ്രൈൻഡറിൽ അരയ്ക്കുക. അരച്ചിട്ട് ദോശ ഉണ്ടാക്കുക. അതാണ് അടദോശ. വേണമെങ്കിൽ പച്ചമുളക് ഇടാം, കുറച്ച് പഞ്ചസാര ഇടാം, നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ജീരകം കൂടി ചേർക്കാം കേട്ടോ അരയ്ക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചേർത്ത് ദോശച്ചട്ടിയിൽ തൂവിയിട്ട് ദോശ ഉണ്ടാക്കുക. നല്ല അടദോശ സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. പരിപ്പ് കറി അല്ലെങ്കിൽ ചട്നിയോ സാമ്പാറോ